ഞാൻ നിലവിൽ ചെയ്തു വെച്ച ഒരുപാട് വീഡിയോസ് വേറെ ഉണ്ട്. എന്നാൽ കൂടി ഇതിപ്പോ പറയാതിരിക്കാൻ പറ്റില്ല. എന്താ വെച്ചാല് ഇവ മാത്രല്ല, ഇവന്റത് ഇങ്ങനെയാണ്ട് വിട്ടുകളെ. അതിനേക്കാളും രസം എന്താ വെച്ചാൽ വേറൊരു സുഹൃത്തുണ്ട്, രഗീഷ്. ആ രഗീഷ് എന്ന് പറഞ്ഞ സുഹൃത്ത് ഇന്നലെ കുറച്ച് വോയിസ് അയച്ചിട്ടുണ്ട്. ആ വോയിസ് ഒന്നും ഒരു കാരണവശാലും യൂട്യൂബിൽ പബ്ലിക് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും പരതെറി. കാരണം നമ്മുടെ സെൻസർ ബോർഡ് പോലും ഈ എന്നുള്ള ശബ്ദം വരുത്തിയിട്ട് ചെയ്യുന്ന വിധത്തിലുള്ള ഇതാണ്. നേരെ കുറച്ച് ഏതാ ചുരുളിയിലൊക്കെ പറയുന്ന പക്ക തെറിയില്ലേ, അതേ തെറിയാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ അവന് മെസ്സേജ് അയച്ചു, നീ നിന്റെ വീട്ടുകാരായിട്ട് സംസാരിക്കുന്ന അതേ രീതിയിൽ നീ എന്നോട് സംസാരിച്ചത് ഞാൻ വകവെച്ചിരിക്കുന്നു, നമ്മൾ ഇനി സംസാരിക്കണ്ട. സുഹൃത്തുക്കളാണ് ഈ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും ബാക്ക് ബോണാണ്. എന്നെ സംബന്ധിച്ച് ഈ സുഹൃത്ത് കെ പി ജെ വളരെ കാലം ഞാൻ അവനെ സുഹൃത്താക്കി എടുത്തത് എന്റെ മണ്ടത്തരം. കാരണം 5 വയസ്സിന്റെ താഴെയാണ്. പിന്നെ എല്ലാ വിധത്തിലും എല്ലാ കച്ചറയ്ക്കും എന്ന് പറഞ്ഞാല് ഞാൻ ഒന്ന് ബാംഗ്ലൂരൊക്കെ പോയി വന്നപ്പോഴേക്ക് ഇവനൊക്കെ വലി തുടങ്ങിയിട്ടുണ്ട്. വലിക്കുന്ന സമയത്ത് അതിന്റെ കൂട്ടത്തില്, പിന്നെ 2 അടിക്കുന്ന സമയത്ത്, ഇതിലൊക്കെ എല്ലാത്തിലും മിങ്കിളായിട്ടുണ്ട്. പക്ഷെ അവന്റെ അടുത്ത് നിന്നുള്ള അവന്റെ ചില പെരുമാറ്റം കാരണം ഞാൻ പിന്നെ പതുക്കെ അവന്റെ അടുത്ത് നിന്നുള്ള സൗഹൃദ ബന്ധം ഞാൻ സ്കിപ്പ് ചെയ്ത എന്ന് കരുതിയിട്ട് എന്റെ കൂടെ വന്നതൊന്നും ഇല്ലാതെ ആവണില്ല. അട്ടപ്പാടിയിലേക്ക് വന്നത്, അതേപോലെ ഊട്ടിയിലേക്ക് വന്നത്, തിരുപ്പതിക്ക് പോയത്, ഇതൊന്നും ഇല്ലാതെ ആവണില്ല. അതേപോലെ തന്നെ 10ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് 5ാം ക്ലാസ്സിൽ DPP സമ്പ്രദായമാണ് അവനൊക്കെ പഠിക്കുന്നത്, അന്ന് വന്നത്. അത്രയ്ക്കും. പിന്നെ അത് മാത്രല്ല, നമ്മുടെ വീട്ടിലെ പെറ്റായിരുന്നു. ഇവന്റെ വീട്ടിൽ തന്നെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല. നമ്മളെ വീട്ടിലാണെങ്കിൽ TV ഉണ്ട്, ന്യൂസ് പേപ്പർ ഉണ്ട്, ചിത്രകഥകളുണ്ട്. ഇതൊക്കെ കാണാനും വായിക്കാനും വന്ന അത്രയ്ക്കും നമ്മളെ കൂടെ തന്നെയായിരുന്നു. അവൻ ഇന്ന് എന്നെ തല്ലും എന്ന് പറയുമ്പോ ആ തല്ല് ഒന്നുകിൽ കൊള്ളാന് അല്ലെങ്കിൽ തിരിച്ചു തല്ലാന് ഞാൻ റെഡിയാണ്. എവിടെ കണ്ടോടത്തിട്ട് അടിക്കുന്നവൻ പറഞ്ഞു. പിന്നെ എനിക്ക് തല്ല് കൊള്ളാനായിട്ട് അവന്റെ വീട്ടിൽ പോകേണ്ട ആവശ്യമില്ല. അവനോട് അവന്റെ സുഹൃത്തുക്കളും അവന് കുറച്ച് വലിയ സുഹൃത്ത് ബന്ധമൊക്കെ ഉണ്ട്. അവരൊക്കെ കൂടെ കൂട്ടിയിട്ട് ഒന്നുകിൽ മാങ്ങാട്ടി അങ്ങാടിക്ക്, അതല്ലെങ്കിൽ പുക്കേത് അങ്ങാടിക്ക്, അതല്ലെങ്കിൽ തിരൂര് ടൗണിക്ക്, എവിടേക്കാന്ന് വെച്ചിട്ട് അവൻ പറയുന്ന ഡേറ്റ്, അയ്യപ്പനും കോശിയും ഇടണം അതേപോലത്തെ തന്നെ. ഏതാ ഡേറ്റ് ഏതാ ടൈം എന്ന് പറഞ്ഞു അവിടെ ഞാൻ വരും. ഒന്നുകിൽ തല്ലിത്തീരും, അല്ലെങ്കിൽ അതിന്റെ ശേഷമുള്ള ബാക്കി റിസൾട്ടായിട്ട് നമുക്ക് മുന്നോട്ട് പോകും. ഒരുപാട് കഥ പറയാനുണ്ട്. പക്ഷെ എനിക്ക് വേറെ കുറേ അപ്ലോഡ് ചെയ്യാനുള്ളത് കൊണ്ടും അതുകൊണ്ടും ഞാൻ സത്യം പറഞ്ഞ ഈ കേസ് വിടുകയാണ്. ഇനി തല്ലേണ്ടി വരികയാണ്, അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമ്മൾ അവന്റെ ആ വീഡിയോ ഒഴിവാക്കി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അത് അവിടെ കിടക്കും.